എന്നുള്ളത്. അപ്പം ഈ ശരീരത്തിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ഫോക്കസ് ചെയ്തിട്ട് അവിടെയാണ് ആത്മാവെന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിലൊരു പോയിന്റിലോട്ട് നമ്മൾ ഫോക്കസ് ആവുക. അപ്പൊ അത്തരം കാര്യങ്ങള് നമുക്ക് തെറ്റിദ്ധാരണകൾക്ക് കാരണം. ഈ 7 ചക്രയെന്നും 16 ചക്രയെന്നും വരെ പറയുന്നവരുണ്ട്. അതിലും കൂടുതൽ പറയുന്നുണ്ട്. ധാരാളം ചക്രകൾ പറയുന്നത് അത് പോയിന്റും ഓരോ ചക്രയുടെ ഇതും. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാതെ ഭാവനവൽക്കരിച്ചിട്ട് നമ്മൾ അതിനെ കൂടുതൽ എന്താണ് ഈ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്ന നമ്മള് കാട് കയറി ഇതിനെ ചിന്തകൾ കൊണ്ടുപോവുകയാണ്. അപ്പൊ ബേസിക്കലി നമ്മളിവിടെ കൂടുതൽ ചക്രയെ പറ്റിയിട്ട് ആരെങ്കിലും ചോദിച്ചാൽ പോലും നമ്മൾ പറയുന്നത് നമ്മൾ തൽക്കാലം 3 ചക്രയെ പറ്റി മാത്രം ചിന്തിക്കുക. മൂലാധാര ചക്ര, ഹാർട്ട് ചക്ര, ആജ്ഞാചക്ര, ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഈ 3 ചക്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു വ്യക്തിയുടെ ആധ്യാത്മികപരമായിട്ടുള്ളൊരു ഉണർവ് വരുമ്പോഴാണ് മൂലാധാര ചക്ര ആക്റ്റീവായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ട് വരും. അപ്പോഴത് അവന് ഫീൽ ചെയ്യും, ആ ചക്രയുടെ അനുഭവം അവന് ഫീൽ ചെയ്യും, ഇത് ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ഇനി അടുത്ത ചക്ര അതിലോട്ട് പോയി എന്നുള്ളതൊന്നും യവന് അറിയണമെന്നില്ല. പക്ഷെ യവൻ അതല്ല ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് അമ്മ നിരന്തരം ചിന്തിക്കുകയാണോ വേണ്ടത്, അതോ സ്നേഹിക്കുകയാണോ വേണ്ടത്? അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ആ ചിന്തയും കാട്ടി പ്രാധാന്യം എന്തിനാണ്? ആ സ്നേഹിക്കൽ എന്ന് പറയുന്ന അവസ്ഥ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ നമ്മള് ഈ യാത് ചക്രം ഉണർന്നു എവിടെയാണ് എന്നുള്ള ചിന്തിക്കേണ്ട വേണ്ടത്, നമ്മൾ അതിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ മൂലാധാര ചക്രയുടെ ആക്ടിവേഷനോടെ അവൻ എന്താണ്, അവൻ ശരിക്കും കുറെ കൂടി അവൻ അപ്ലിഫ്റ്റ് ആവുകയാണ്. അവന്റെ ആ ഞാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ലോകത്തിൽ നിന്ന് ഒരു എക്സ്പാൻഷൻ വരും. ഈ എക്സ്പാൻഷൻ വരുന്നതിന്റെ ലക്ഷണമാണ് അവന്റെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോഴ് ഈ കരുണ, സ്നേഹം, ഇതെല്ലാം അവന്റെ ഹൃദയചക്രം ആക്ടിവേഷൻ വരുന്ന സമയത്താണ്. അപ്പൊ അതനുസരിച്ച് എന്താണ്, അവന്റെ അഹംബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന വ്യക്തികളെല്ലാം എല്ലാവരോടും സഹാനുഭൂതിയും സ്നേഹവും ഇതെല്ലാം കാണിക്കുന്നത് ആ ഹൃദയചക്രത്തിന്റെ ആക്ടിവേഷനാണ്. കാര്യം അവന്റെ ഒരു ബോധതലം ഈ ഹാർട്ട് ചക്രത്തിലോട്ട് കണക്ട് ആയെന്നാണ്. അപ്പൊ നമ്മുടെ ഈ ബയോളജിക്കൽ ഹാർട്ട് അല്ല, സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, എനിക്ക് അതിൽ നിന്നാ മതി എന്നുള്ള ഒരവസ്ഥ വരും. അപ്പോഴെന്താണ്, അതിൽ തന്നെ നിലനിൽക്കാൻ നോക്കും. അത് ഇനി അതിന്റെ മുകളിലോട്ട് പോകണമെന്നോ പോകണ്ടെന്നോ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനേ പോകത്തില്ല. ആ അനുഭവത്തിൽ, ആ അനുഭൂതിയിൽ, ആ ഭാഷയിൽ സംസാരിച്ചോളും, ഹാർട്ടിന്റെ ലാംഗ്വേജ് സംസാരിച്ചോളും. അപ്പൊ ഒരു വ്യക്തിയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അവന്റെ ഏത് ചക്രയിലാണ് അവൻ റിമൈൻ ചെയ്യുന്നത് അറിയാൻ പറ്റും. കാര്യം അവ അനുഭവിക്കുന്നതാണ് അവൻ പറയുന്നത്. ആ ഹാർട്ട് ലാംഗ്വേജിൽ കൂടി അത് അനുഭവിച്ച് വരുന്നവന് മാത്രമേ ആജ്ഞാചക്രയുടെ ഒരു എക്സ്പീരിയൻസിലോട്ട് എത്താൻ പറ്റൂ. അപ്പം അവിടെ എത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന പൂർണ്ണ ബോധത്തിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവന്റെ സംസാരം. ബോധത്തെ പറ്റിയിട്ടാണ് അവന്റെ വിഷയം വരുന്നത്. അപ്പം നമുക്ക് ഈ ഹാർട്ടിനെ പറ്റിയിട്ട് അനുഭവമുണ്ട്, ആജ്ഞാചക്രയുടെ അനുഭവം ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ ബോധം അങ്ങനെ നമുക്ക് ഉണർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ഹാർട്ട് ചക്രയുടെ അനുഭവം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം